സോഷ്യൽ മീഡിയയിൽ ജയറാം തരംഗമാണിപ്പോൾ. പക്ഷേ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന് സന്തോഷിക്കാനൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ എന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട്. ജയറാമിന്റെ അതിവിനയം വല്ലാതെ ആക്രമണത്തിന് ഇരയാകുന്ന കാഴ്ചയും കാണാനാകുന്നുണ്ട്. ഇത്രയും വിനയം ഭൂഷണമല്ല എന്നും അദ്ദേഹത്തിന്റെ അതിവിനയത്തിനു പിന്നിൽ ഒരു കള്ളലക്ഷണമുണ്ടെന്നുമൊക്കെ തുറന്നടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിനിടെയാണ് ജയറാമിന്റെയും പ്രമുഖ സംവിധായകൻ രാജസേനന്റെയും ബന്ധത്തെപ്പറ്റിയും അവരുടെ പിണക്കത്തെപ്പറ്റിയും കൂടി സമൂഹ മാധ്യമ ഇടങ്ങളിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നത്. മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ജോഡിയായ രാജസേനനും ജയറാമും ചിരിപ്പിച്ചതുപോലെ പ്രേക്ഷകരെ ചിരിപ്പിച്ച ചലച്ചിത്ര പ്രവർത്തകർ വിരളമാണ്. രാജസേനന്റെ ചിത്രങ്ങളിലൂടെ ജയറാം നമ്മളിൽ ഒരുവനായി വാഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അത്ര ഗംഭീരമായ കുടുംബകഥകൾ ചിരിപ്പിച്ചും കരയിപ്പിച്ചും രാജസേനനും ജയറാമും കൂടി മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മേലെപ്പറമ്പിലാണ് വീട്, CID ഉണ്ണികൃഷ്ണൻ BA B.Ed, ആദ്യത്തെ കൺമണി, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങി എത്ര സിനിമകളാണ് ഈ കൂട്ടുകെട്ട് അരങ്ങു തകർത്തത്. തിയേറ്ററുകളിൽ ചിരിപ്പൂരം എന്നത് ഒരു സ്ഥിരം സംഭവമാക്കി മാറ്റിയ സിനിമകളാണ് രണ്ടുപേരും കൂടി സാധ്യമാക്കിയത്. ഇന്നും ഈ ചിത്രങ്ങൾക്കുള്ള റിപ്പീറ്റ് വാല്യൂ അതിശയിപ്പിക്കുന്നതാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇരുവരും തമ്മിൽ അടുക്കാനാവാത്ത വിധം അകന്നു എന്നും നമ്മൾ കേട്ടു. മധുചന്ദ്രലേഖ എന്ന സിനിമ റിലീസായ ശേഷം ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ പോലും പിറന്നില്ല. ഇരുവർക്കുമിടയിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് രണ്ടുപേരും ആരോടും ഒന്നും പറഞ്ഞതുമില്ല. നീണ്ടകാലത്തെ മൗനം മാത്രം. എന്നാലും പ്രേക്ഷകർക്ക് മനസ്സിലായി ജയറാമും രാജസേനനും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ കൂട്ടാക്കാത്തവരാണെന്ന്. അത്രയ്ക്ക് അകന്നു പോയിരുന്നു ഇരുവരും. അടുത്തിടെ രാജസേനൻ ഈ മൗനം വെടിയുകയുണ്ടായി. ജയറാമും താനുമായുള്ള പിണക്കത്തെക്കുറിച്ച് രാജസേനൻ തുറന്നടിച്ചിരിക്കുന്നു. തന്റെ സിനിമകളിലെ തിരക്കഥയിലും മറ്റും ഇടപെടാൻ തുടങ്ങിയതാണോ എന്ന സംശയം കൂടി ദൂരീകരിച്ചു രാജസേനൻ ഒരു അഭിമുഖത്തിൽ. തിരക്കഥയിൽ ഇടപെട്ടിട്ടില്ല, പക്ഷെ ഇടപെടാൻ തുടങ്ങി. താൻ അത് അനുവദിച്ചില്ല എന്നാണ് രാജസേനൻ പറഞ്ഞിരിക്കുന്നത്. മധുചന്ദ്രലേഖയ്ക്ക് ശേഷം ഇരുവരുമൊത്ത് ഒരു സിനിമ ആലോചിച്ചു വരുമ്പോൾ തിരക്കഥയിൽ ഇടപെടാൻ ഒരു ശ്രമമുണ്ടായി. അത് മാത്രമല്ല, അഭിനേതാക്കളെ തീരുമാനിക്കാനും ശ്രമം തുടങ്ങി. അങ്ങനെ ഒരു പുതിയ മാറ്റം ഉണ്ടായപ്പോൾ മുളയിലെ നുള്ളിയ രാജസേനനോട് ഇനി അങ്ങനെ ആകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി ജയറാമുമൊത്തുള്ള സിനിമ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല എന്നും വളരെ സ്നേഹത്തോടെ തന്നെയാണ് പിരിഞ്ഞതെന്നും രാജസേനൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം മറ്റു ചിലർ ഉപയോഗിച്ചു എന്നും രാജസേനൻ സംശയിക്കുന്നു. എന്തായാലും ജയറാം രാജസേനൻ സിനിമകൾക്ക് അതോടെ പൂർണ്ണ വിരാമമാവുകയായിരുന്നു. ഇതേപ്പറ്റി ജയറാം എന്ത് പറയുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.